നമ്മുടെ ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തില്ലേ ഇന്ന്. അപ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയുക, അതിന് ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞിട്ട് ഇറക്കിക്കൊണ്ട് വരുന്നതാണോ അതോ വേറെ എന്തെങ്കിലും പരിപാടിയാണോ എന്തോ അത് മനസ്സിലായില്ല. അപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാക്കിയൊരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടം മറ്റാരും അല്ലാന്നു BJP പ്രവർത്തകരാന്ന് തോന്നുന്നു. അഭിവാദ്യങ്ങൾ TGM-ന് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് TGക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, എന്തിനാണ് അഭിവാദ്യങ്ങൾ? അയാൾക്കെതിരായിട്ടേക്കുന്ന ചാർജുകളൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ സാധനം തന്നെയാണ്. എന്നെ ആരും അഭിവാദ്യങ്ങൾ പറയാനൊന്നും വന്നില്ല. ഞാൻ ചെയ്തതെന്ത് ഇയാൾ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആ മുണ്ടക്കയിൽ മരിച്ചവർക്കും അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ മരണപ്പെടാൻ സാധ്യതയുള്ളവർക്കും വേണ്ടിയിട്ട് സംസാരിച്ചെന്നുള്ളതാണ്. അല്ലെ ആ ഒരു സംഭവത്തിൽ വരുത്തിയ എന്താ പറയുക, അതിനകത്തുണ്ടായ വീഴ്ചകൾ, നഷ്ടപ്പെടുത്തിയ സമയത്തെപ്പറ്റിയും അതിനിടയിൽ മോഹൻലാൽ എന്ന സെലിബ്രിറ്റി എന്ന് കയറി അത്രയും പട്ടാളക്കാരുടെ വിലയേറിയ സമയം പാഴാക്കിയതിനെ പറ്റിയൊക്കെ വീഡിയോ ഇട്ടത്. അതിനാണ് എനിക്ക് ഈ കലാപാഹ്വാനവും അതുപോലെ തന്നെ മറ്റേ എന്താ പറയുക ഇതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടിയത്. അതിനകത്തൊന്ന് ഈ കലാപാഹ്വാനമുണ്ട്, പിന്നെ വേറെന്താണ് സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ളതൊക്കെ. അതിനകത്ത് അത്രയില്ല, അയാൾക്കിട്ടൊക്കെ രണ്ടെണ്ണം എനിക്കില്ല. പക്ഷേ എന്നാൽ ഇതെന്തോ ആ സ്ത്രീത്വത്തെ അവമാനിക്കൽ അത് വേറെയാണ് എനിക്ക് കിട്ടിയത്. അത് അമ്പടി എന്ന് പറഞ്ഞപ്പോൾ ബാലയുടെ ഭാര്യ കൊടുത്ത കേസിനകത്ത് അമ്പടി എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാൽ, ഈ എന്താ പറയുക, ഇങ്ങനെ ഞാൻ പറഞ്ഞ എന്താണെന്നൊക്കെ എല്ലാവരും കേട്ടല്ലേ, പെൺകുട്ടികളൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് പോയതാണ് അവിടെ. അതായത് എന്തെങ്കിലും പ്രൊട്ടസ്റ്റിന് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നത് കൊണ്ട് അവിടെ പോയി ബലാത്സംഗത്തിനിരയായി സുഖിക്കാൻ പോകുന്ന പോലത്തെ ഒരു വർത്താനം പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഇങ്ങയുടെ കയ്യിലെങ്ങാനും ആണെന്ന് പറയണമെങ്കിലോ ആഭ്യന്തരമോ എന്തോ ആണോ ഇത് കർഫ്യൂ മാനേജ് ചെയ്യുന്നത്, കർഫ്യൂ ആണെന്ന് അത് തന്നെ ഞാൻ പ്രഖ്യാപിക്കും, എന്നിട്ട് ഒരു കർഫ്യൂ പ്രഖ്യാപിച്ചിട്ട് മാറിയില്ലെങ്കിൽ വെടിവെച്ച് കൊന്നിട്ട് ശവങ്ങൾ ആശുപത്രി കോരിയെടുത്തുകൊണ്ട് പോകുന്നു ഏണ്ടൊക്കെ പറയുന്ന പോലത്തെ മണ്ടത്തരങ്ങൾ. അതായത് അത്രയും ഒരു എന്താ പറയണ്ടേ വിവരമില്ലാത്ത വർത്താനം പറഞ്ഞ ഒരാൾക്ക് അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ വന്ന് നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ ആ വരുന്നവരോട് എന്തോരം പുച്ഛം ഉണ്ടാവും. അല്ലെങ്കിൽ ഈ നിങ്ങളൊക്കെ ശരിക്കും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നാളെ മറ്റെടുത്ത് വെച്ച് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ ആൾക്കാർ നിങ്ങളെ ജഡ്ജ് ചെയ്യുമെന്നുള്ള കാര്യം പോലും തിരിച്ചറിയാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പോലും ബോധമില്ലാതായത് എപ്പോഴാണെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ PSCയുടെ എന്തോ സമരമെന്ന് പറഞ്ഞ് ഡോക്ടർ റോബിനും ടീംസും യുവമോർച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ കിടന്ന് സമരം ചെയ്യുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചതിൻ്റെ വീഡിയോ ഒക്കെ വൈറലാകുന്നുണ്ട്. റോബിൻ അലറിക്കൊണ്ട് ഓടുന്നുണ്ട്. ഇവരൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരായതുകൊണ്ടാണോ? ആ സ്ത്രീക്കും പുരുഷനും അങ്ങനെ വ്യത്യാസമൊക്കെ ഉണ്ട്. ബലാത്സംഗം എന്നൊക്കെ പറയുമ്പോൾ റോബിനൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവിടെ പോയി അലറുന്നതാണോ അത് മാറാൻ? കഴുത കാമം കരഞ്ഞു തീർക്കുക, ബലാത്സംഗം ചെയ്യാൻ ആരും ഇല്ല അല്ലെ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അലറുന്നതാണെന്നൊക്കെ ഇയാൾ പറഞ്ഞ് അതും അംഗീകരിക്കുമല്ല. ഇവരൊക്കെ കൂടെ അങ്ങനെ മനസ്സിലാക്കുമോ? നിങ്ങൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? അവിടെയൊക്കെ സമരത്തിന് ഇപ്പോൾ സ്ത്രീകളൊക്കെ ഒരുപാട് പെൺകുട്ടികളൊക്കെ യുവമോർച്ചയുടെയോ RSSന്റെ BJPയുടെ ഒക്കെ പോകുമല്ലോ. എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ സമരം ചെയ്താണല്ലോ പാർട്ടിക്കാരാവുന്നത്. അതാണല്ലോ അവരുടെ പാർട്ടി, ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ മീറ്റപ്പ് എന്നൊക്കെ പറഞ്ഞ പരിപാടി. സെക്രട്ടറിയുടെ ഫ്രണ്ടിലും അവിടെ കിടന്നുകൊണ്ട് ജലപീരങ്കിയും മറ്റേ ബാരിക്കേഷൻ ഒന്നി മാറ്റലും പോലീസുകാരുമായി കുറച്ച് കയ്യാങ്കളിയും അറസ്റ്റ് ഒരിക്കലും ആണല്ലോ ഇതിൻ്റെ മെയിൻ പരിപാടി. പിന്നെ ടിയർ ഗ്യാസൊക്കെ കുറച്ചുകൂടി കൂടിയ വരും. പിന്നെയും കൂടിയ TG പറഞ്ഞ പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് സ്റ്റുഡൻസിന് നേരെയൊക്കെ ഒരു ഭരണകൂടം ചെയ്യുക എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ ചെന്നിട്ട് മക്കളെ വെടിവെച്ച് കൊല്ലുന്നതിന് തുല്യമാണ്. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരു മനുഷ്യനിരുന്നുകൊണ്ട് പ്രായാധിക്യം മൂലം കിളി പോയ പോലത്തെ അവസ്ഥയിലിരുന്ന് പറഞ്ഞ പരിപാടിയത്. അതിനൊന്നും അഭിവാദ്യങ്ങളുടെ ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തലയോടിനുള്ളിൽ ബുദ്ധി എന്ന് പറയുന്ന തലച്ചോറ് എന്ന് പറയുന്ന സാധനം ഉണ്ടായിരിക്കണം. അല്ലാതെ അതിനകത്ത് തീട്ടവോ ചാണകമോ മൂത്രമോ ഒന്നും തള്ളി കയറ്റിയാലോ അല്ലെ പ്ലൂട്ടോണിയം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിനകത്ത് ആ തലയോടിനുള്ളിൽ ആ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം തന്നെ വേണം. അല്ലാതെ വേറെ ഒരു വസ്തുവിനും ഈ സംഭവം മനസ്സിലാക്കാനുള്ള ശേഷിയില്ല. പക്ഷേ ഈ വന്ന അത്രയും പേരുടെയും തലയിൽ ചാണകമാണോ എന്ന് ചോദിച്ചാൽ ചാണകം പോലും ഇല്ല. ചാണകം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പശു ചിന്തിക്കുന്നതെങ്കിലും ചിന്തിച്ചാനെ. മനസ്സിലാകുന്നുണ്ടോ? ഇതതുമില്ല. വാക്വം, തലയോടിനുള്ളിൽ ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥ, പൂർണ്ണമായ അന്ധകാരം. അതാണ് ഈ വന്നവരുടെ അവസ്ഥ. ഇവരെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നാളെ ഇവർ ചിലപ്പോൾ ഈ പാർട്ടിയിൽ നിന്നുള്ള ഇത് വിട്ടുപോയെന്നിരിക്കാം, നാളെ വേറൊരു പാർട്ടി ചേർന്നിരിക്കാം. ഇവരുടെ മക്കൾ ഇതേപോലെയൊക്കെ തന്നെ ഇതേ BJPയോ RSSോ സംഘപരിവാർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ എന്തിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ എന്താണ്, ഏത് കോസിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എന്തിനോടൊപ്പമാണ് നിങ്ങൾ നിന്നത്? രാജ്യസ്നേഹം, ഓക്കെ, വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ ഈ നാട്ടിലെ ചില അനീതിക്കെതിരെയുള്ള പോരാട്ടങ്ങളോ സമരങ്ങളോ സ്വാതന്ത്ര്യ സമരം പോലത്തെ സമരങ്ങളിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എന്തുകൊണ്ടാണ് ഇത്ര പ്രസക്തി, അല്ലെങ്കിൽ അവരോട് എന്തുകൊണ്ടാണ് പിന്നീട് വന്ന തലമുറയ്ക്ക് പോലും ആരാധനയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഷൂനൊക്കെ അവരെ പറ്റി പഠിക്കും. പക്ഷെ എന്നാലോചിക്കുക, ഒരുപാട് വീരശൂര പരാക്രമികളായ രാജ്യസ്നേഹികളുടെ പ്രയത്നത്തിൻ്റെയും അവരുടെ വേദനകളുടെയും യാതനകളുടെയും ജീവൻ്റെയും വിലയല്ലേ നമുക്ക് പിന്നീട് അനുഭവിച്ച സ്വാതന്ത്ര്യം എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് അതിലോട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇത്തരം മണ്ടത്തരങ്ങൾ തീരെ വെളിവില്ലാതെ പറഞ്ഞത്
അല്ല, അതിനകത്ത് ഒരു ചിന്തിച്ചാൽ ഒരു സ്ഥലത്ത് പോലും അയാളെ ന്യായീകരിക്കാനൊന്നും കിട്ടത്തില്ല. പിന്നെ അയാൾ ക്ഷമിക്കാൻ പറ്റും, കാരണം പ്രായം കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അയാൾ പറഞ്ഞായിരിക്കും അയാൾക്ക് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി, അപ്പോൾ അറിയാം. അതല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ, ഒരു സൈക്കാട്രിസ്റ്റിനെ വെച്ച് നോക്കുക എന്താണ് ഇങ്ങനെ പറയാനുണ്ടാകുന്ന കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലതെറ്റി പോകുന്നത്. മറ്റൊരു മനുഷ്യനോട് തീരെ എമ്പതി ഇല്ലാത്ത രീതിയിൽ ഒരാൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നാളെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ അല്ലേ ഇത്. അപ്പോൾ അങ്ങനെ കാണേണ്ട ഒരു വിഷയത്തെ അഭിവാദ്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ആരോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ആരെ തിരസ്കരിക്കുന്നതാണ്, ആരെ നിരസിക്കുന്നതാണ്, ആരെ പുച്ഛിക്കുന്നതാണ്, ആരെ അവഗണിക്കുന്നതാണ് എന്ന് നോക്കിയാൽ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരെയും, അത് ഏത് പാർട്ടിയോ ഏത് ജാതിയോ ഏത് മതമോ ഏത് രാജ്യമോ അതൊന്നും കൺസിഡർ ചെയ്യത്തില്ല. ഇതിപ്പോൾ ഏത് രാജ്യത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇമാതിരി മണ്ഡലത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരാൾ കാണുന്നതിനെ പറ്റി ആലോചിക്കുക. ഞാൻ പറഞ്ഞ വിഷയം ലോകത്തിൻ്റെ ഏത് മൂലക്കിരുന്ന് പറഞ്ഞാലും UN ആണ് ശരിക്കും ലെറ്റർ അയക്കേണ്ടത്. ഞാൻ അന്ന് ചെയ്യാതിരുന്നത് അതിൻ്റെ പുറകെ നടക്കാനുള്ള ഒരു സംഭവം എനിക്കില്ലാത്തതുകൊണ്ട്. അല്ലാതെ UN ലെറ്റർ പോകണം, മെയിൽ അയക്കേണ്ടതാണ്. ഇത്രയും മാനവേഴ്സ് വേസ്റ്റ് ചെയ്ത ഒരു ഇൻസിഡൻറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ കാണുന്നത്. ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നടക്കുന്ന സ്ഥലത്ത് ഫോട്ടോഷൂട്ടും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാൾ വന്ന് കിടന്ന് വേഷം കെട്ടി അവിടെ നിന്നുകൊണ്ട് പട്ടാള വേഷത്തിൽ നിന്ന് 3 കോടി ഡൊണേറ്റ് ചെയ്യാം തൻ്റെ ട്രസ്റ്റിൽ നിന്ന് അനൗൺസ്മെൻറ്റും ഒക്കെ നടത്തി പോകുന്ന ഒരു സംഭവത്തെ നിങ്ങൾ ഏത് രാജ്യത്താണ് നിങ്ങളുള്ളത്, ആ രാജ്യത്ത് ഈ വീഡിയോ കാണിച്ചിട്ട് ചോദിക്കുക ഈ ചെയ്ത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആരും ശരിയാണെന്ന് പറയില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ഒതുക്കി തീർത്താൽ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് കള്ളക്കേസ് ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിന് വേറെ ഒരു ക്രെഡിറ്റും ലോകത്തൊരിടത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആരും പറയില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത്. അത് സംഭവിച്ചത് പട്ടാളക്കാരുടെ വീഴ്ചയാണ്. മോഹൻലാൽ എന്ന നടൻ്റെ മണ്ടത്തരം പിന്നെ സ്ഥിരമായി ഉള്ളതുകൊണ്ട് അയാളെ കുറ്റം പറയാൻ പറ്റത്തില്ല, അതിനുള്ള വിവരമില്ല. അതേസമയം പട്ടാളക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അതെന്നും അത് അങ്ങനെ തന്നെ നിൽക്കും. അതിലൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഈ കേസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ബോധമുള്ള വിവരമുള്ള മനുഷ്യർക്ക് മനസ്സിലാവും. പക്ഷേ ഈ സംഭവം ഈ ലോകത്തിൻ്റെ എവിടെ പോയി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്ത്യ വിട്ട് പുറത്തോടെയും പോയി പാകിസ്ഥാനിൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അവിടുത്തെ 90% അല്ല 60% ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ബംഗ്ലാദേശിലെ 60% ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ശ്രീലങ്കയിൽ ചില മനസ്സിലായിരുന്നു. പക്ഷേ ഡെവലപ്ഡ് കൺട്രീസ് ഈ പറഞ്ഞ പോലെ UNൻ്റെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ അപ്രൂവ് ചെയ്തിരിക്കുന്ന രാജ്യമായ ഇന്ത്യയിലൊക്കെ ഉള്ള 90% ആൾക്കാർക്കും മനസ്സിലാകണം. 90 പോരെ കേട്ടോ, ശരിക്കും 70% ആൾക്കാർക്ക് മനസ്സിലാവും ഈ പറഞ്ഞത് തെറ്റാണ്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, കുട്ടികളാണ്, ഭാവി തലമുറയാണ്, അതിനെ വെടിവെച്ച് കൊന്നാണോ നിങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്. ചെറിയൊരു വിട്ടുവീഴ്ച ചെയ്താൽ പോലും ഒരിക്കലും വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്ന ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാവും. അല്ലാതെ ഇത്തരം ബോധക്കേടുകൾ പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അയാളുടെ കിളി പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാൾക്ക് എന്തോ പ്രായാധിക്യം മൂലമുള്ള ഓർമ്മക്കുറവോ, അല്ലെങ്കിൽ ഇയാളിന് വീഡിയോ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. നേരത്തെ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ സെറ്റാരിക്കൽ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ഭയങ്കര ക്രൂരന്മാരായി മാറിയിരിക്കുന്നുണ്ടോ, ഇനി ഇയാൾ ചുമ്മാ പറയുന്നതാണോ, ഇയാളുടെ കോമഡിയുടെ ലെവലൊക്കെ മാറിയിട്ട് ഭയങ്കരമായ ബ്ലാക്ക് ഹ്യൂമറാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തില്ല. എന്താണെങ്കിലും അതത്ര നല്ലതല്ല. അങ്ങനത്തെ പരിപാടി പറയാം, ഒരാളെ കൊല്ലുമെന്നും ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ബലാത്സംഗിയായി മാറത്തില്ലേ. അപ്പോൾ അതൊരു പൊട്ടത്തരമാണ്. അതിനൊന്നും പോയി അഭിവാദ്യങ്ങൾ TG അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ആവശ്യമൊന്നും ഇല്ലായിരുന്നു. വളരെ സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, ചാണകം തലയിലില്ല, പ്ലൂട്ടോണിയം ഇല്ല, ബ്രെയിനും ഇല്ല. ചാണകമുള്ളവർ പോലും പോയി കാണത്തില്ല, ഉറപ്പാണ്. തലച്ചോറ് വേണ്ട, ചാണകമാണെങ്കിൽ പോലും അതിൻ്റേതായ ഒരു വളമുണ്ട്. ചാണകം ഒരു വളമായിട്ടെങ്കിലും യൂസ് ചെയ്യാം, തിന്നാനൊന്നും കൊള്ളത്തില്ല. അത് ചില ഉളകൾ മാത്രമേ മൂത്രം കുടിക്കുകയും തീട്ടം തിന്നുകയൊക്കെ ചെയ്യത്തുള്ളൂ. വേറെ ലോകത്തൊരു രാജ്യത്തും ഇങ്ങനത്തെ മണ്ഡലങ്ങൾ ആരും ചെയ്യാറില്ല. അത് ഈ രാജ്യത്തും എല്ലാവരും ചെയ്യാറില്ല, വളരെ കുറച്ച് പേരില്ലാത്തവരെ ചെയ്യാറുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഗുണമെങ്കിലും അതുപോലും ഇല്ലാത്ത സംഖ്യകളെന്ന് പറഞ്ഞാൽ അതാരായിരിക്കും? സംഖ്യയുടെ കൂട്ടത്തിൽ എല്ലാത്തരം സംഖ്യകളുണ്ട്. ബോധമുള്ളവരും വെളിവുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ പാർട്ടിയിലും കാണാം. അങ്ങനത്തെ അന്തം കമ്മി എന്ന് പറയുന്ന അന്തം കമ്മികൾ, കോങ്ങികൾ എന്ന് പറയുന്ന കോങ്ങികൾ, സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണം. എല്ലാ പാർട്ടിയിലും എല്ലാ പ്രസ്ഥാനത്തിലും എല്ലാ ജാതിയിലും മതത്തിലും തെണ്ടുകളും നാറികളും മൈരന്മാരും ബുദ്ധിയില്ലാത്തവരും ബോധമില്ലാത്തവരും വിവരമില്ലാത്തവരും അക്രമാസക്തരും കൊലയാളികളും ബലാത്സംഗം ചെയ്യുന്നവരും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ സംഖ്യകൾ ഇടപെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നത് കൂടുതലും മണ്ടത്തരങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതാണ് ഇവരുടെ കുഴപ്പം. ഇപ്പോൾ കണ്ടില്ല, ഇതെന്താവശ്യമാണ്? ഒരാവശ്യമില്ല. അതേസമയം അവരുടെ ആൾക്കാർ അവിടെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഭയങ്കര സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അതിനിടയിൽ നിന്ന് കുറച്ചൊരു ഇങ്ങോട്ട് വന്നതാണോ, അതോ ഇവിടെ നിന്ന് പോകാതിരുന്നവർ ഇവിടെ തന്നെ ഇറങ്ങിയാൽ ഇവിടെയൊക്കെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർ ഇവിടെ അങ്ങ് വരെ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വരെ അവതരിപ്പിച്ചേക്കാം എന്ന് കരുതി അവതരിപ്പിച്ചായിരിക്കും ഇത്. എന്താണെങ്കിലും ഭയങ്കര മോശമായിപ്പോയി. കേരള സമൂഹത്തിന് ഇത്തിരി പൊട്ടത്തരങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അവർ ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം ഒരു സീറ്റ് പോലും BJP കിട്ടത്തില്ല. ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല, അടുത്ത പ്രാവശ്യവും കിട്ടത്തില്ല. ഇനി നോക്കണ്ട, കേരളം എന്നല്ല മൊത്തത്തിൽ ഇന്ത്യ മൊത്തം നാണം കിടാൻ പോവുക. കാരണം ഇതാ അവസ്ഥ കണ്ടില്ല, ഇമാതിരി പൊട്ടത്തരങ്ങളൊക്കെ എവിടെയും നടക്കും. നീറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോർന്നതും പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നതിനിടയിലാണെന്ന് ഓർത്തണം. സമരത്തിന് വന്നവർ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി, അത് ഇത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ, ചെറുപ്പക്കാരായ ചില വിവരദോഷികളാണെന്നെങ്കിൽ കുഴപ്പമില്ല, ഇത്ര ജീവിതപരിചയങ്ങളും ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പറയാൻ പാടുണ്ടോ?